ഹായ്, നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ വിളിക്കുന്ന യൂട്യൂബിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ സാറിനോട് പലതവണ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്ന വിദ്യാർത്ഥി എന്ന ഇതിനുപരി ഇപ്പൊ എനിക്കൊരു 35 ഏജ് ആയി. ഓക്കെ, ഞാനിപ്പോ ഒരു അച്ഛൻ കൂടെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ചിന്തകൾക്കും പ്രായപരിധി ഇല്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇവൻ ലൈക്ക് ഒരു സൈക്കോളജി ബേസ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ ഓൺലൈൻ കൂടുതൽ ഇപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്തും നമുക്ക് പല കാര്യങ്ങൾ അറിവുള്ള സമയത്തും നമുക്ക് പല സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് മിക്ക ആൾക്കാർക്കും പറ്റാത്തത് പോലെ തന്നെ എനിക്ക് പറ്റിയിട്ടില്ല. നമുക്ക് പല മേഖലകൾ കണ്ടെത്താനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യാനൊന്നും ആ സമയത്ത് പറ്റിയിട്ടില്ല. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴും ഇപ്പോഴത്തെ ടെക്നോളജി വർദ്ധിച്ചപ്പോഴും നമുക്ക് അയ്യോ അന്നത് ചെയ്യണമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും വർഷം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു മനോഭാവത്തിലാണ് ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഇപ്പൊ എന്റെ ഏജിലുള്ള ഇപ്പൊ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഏജിലുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ചിന്താഗതി ഇപ്പൊ അങ്ങനെയാണ്. അയ്യോ അന്ന് നമുക്ക് ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് അത്രയും കാലം പഠിക്കാമായിരുന്നു, ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു എന്നുള്ള പല കാര്യങ്ങൾ ഞാനിപ്പോ സംസാരിക്കുന്ന എന്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു 10-30 ആൾക്കാരുടെ ഒരു ഇതായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സാർ. ഓക്കെ, അപ്പൊ സാർ, അപ്പൊ ഞാൻ എന്തൊരു ഡൗട്ട് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് വെച്ചാൽ നമ്മുടെ ഈ മീറ്റിങ്ങിൽ സാർ പറയുന്ന കാര്യങ്ങളും എല്ലാം ഒരു ഇത്ര വയസ്സിന് താഴെ ഉള്ളവർക്കാണോ അല്ല യോജിക്കുക? അല്ല ഇപ്പൊ ഞാൻ KG പഠിക്കുന്ന ഞാൻ KG പഠിച്ചിട്ടില്ല, 1ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ മക്കള് KG പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ്, മലയാളം മീഡിയം ആണ്. കോളേജ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, PhD ചെയ്യുമ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. നഴ്സറി റൈംസിന്റെ കാസറ്റ് മേടിച്ചതും പഠിച്ചതൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കാലത്താണ്. അപ്പൊ എനിക്കുണ്ടായ ചോദ്യമാണ് പല ചോദ്യങ്ങളും. അതിനുത്തരാണ് എന്നെ ഇന്ന് പല ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാൻ എനിക്ക് കപ്പാസിറ്റി തന്നിരിക്കുന്നത്. നമ്മൾ എന്തിനാ ലണ്ടൻ ബ്രിഡ്ജസ് ഫാളിംഗ് ഡൗൺ പഠിക്കുന്നതെന്ന് ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഒരു KG ടീച്ചർക്കും അറിയില്ല. നമ്പർ 1. നമ്പർ 2, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആരെ എഴുതിയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു പോയറ്റിന്റെ പേരറിയാതെ അത് ചൊല്ലാൻ പഠിക്കുകയാണെങ്കിൽ KG ടീച്ചറും പഠിക്കുന്ന KG സ്റ്റുഡന്റും ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? അപ്പൊ ഈ ചോദ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അത് ഏത് പ്രായത്തിലും ചോദിക്കാം. ഓരോ ദിവസവും കുറെ ചോദ്യങ്ങളാണ് എൻ്റെ ജീവിതം. എനിക്ക് ഉത്തരങ്ങളെക്കാളും കൂടുതലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ചില ഉത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നു. ചിലര് നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി. പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അരമണിക്കൂർ കൊണ്ട് നിർത്തുന്നത്. ഇപ്പൊ ഇന്നലെയും ഫിലിപ്പൈൻസിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതില് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നാണ് സബ്ജക്ട്. ആ കൊളാബറേറ്റീവ് ലേണിംഗ്, കളക്റ്റീവ് ലേണിംഗ്, പ്രൊഫഷണൽ കളക്റ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിനാണ്, അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനുള്ള ക്ലാസ് ആണ്. 500 പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തേ ഇല്ലാത്തതെന്നാണ്. ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവണം, ഏത് പ്രായത്തിലും ഉണ്ടാവാം. ആ ടീച്ചർമാരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ചെറിയ ക്ലാസ്സിലുള്ള സിലബസ് എടുത്ത് നിങ്ങളോട് തന്നെ ചോദിക്കൂ. ഓരോ പാരന്റും ചോദിക്കുന്നതാണ്. ഞാനൊരു പാരന്റ് എന്നുള്ള നിലയിൽ എൻ്റെ മക്കള് നഴ്സറി റൈം പഠിക്കുമ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഓരോ സിലബസും എടുത്ത് ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്, എങ്ങനെ ഇത് കിട്ടി എന്ന് ചോദിക്കാൻ നമുക്ക് കഴിവുണ്ടാവണം. അതിന് എന്തിന്ന ധീരത എന്നാണ് കവിതയുടെ പേര്. എന്തിന്ന ധീരത, ഡോക്ടർ TPS. നിങ്ങൾക്ക് കേൾക്കാം, പണ്ട് പരിഷത്തിന്റെ പാട്ടാണ്. ഓക്കെ, ഗുഡ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, കുറെ എക്സ്റ്റെൻഡ് ആയിട്ട് സംസാരിക്കുന്ന. എന്റെ ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുക, ഒരു Gmeet വിളിക്കുക, ഡിസ്കസ് ചെയ്യാം. അല്ല, എനിക്ക് സാറിന്റെ ഈ മീറ്റിംഗിൽ കയറണം എന്ന് എനിക്ക് ഏറ്റവും തോന്നാനുള്ള മെയിൻ കാരണം സാർ ഈ പറഞ്ഞ പോലെ എല്ലാ ടോപ്പിക്കും ഇപ്പൊ സാറിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ എന്തിട്ടാലും സാർ ഇന്ന ടോപ്പിക് എന്നില്ലാതെ ഏത് മേഖലയിലാണെങ്കിലും സാറിന് അല്ല, അത് എന്റെ ബാക്കിലിരിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും തമിഴിലും ഒക്കെ ഇരിക്കുന്ന സിവിൽ സർവീസ് മുതല് ലോ മുതല് ഹോമിയോപ്പതി മുതല് ആയുർവേദം മുതൽ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും. കുറെ വർഷങ്ങളായിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ നമുക്ക്. ആരെങ്കിലും ഇങ്ങനെ ക്ലാസ്സിന് വിളിക്കുമ്പോഴുള്ള ഒരു സമയം ചെലവഴിക്കുക അല്ലാണ്ട് വേറെ വ്യക്തമായിട്ടുള്ള ഒരു പണിയുമില്ല. പക്ഷെ സാറിനെക്കാളും ഉപരി ബുക്സ് വായിക്കുന്ന ആൾക്കാരും ഇൻഫർമേഷൻ അറിയുന്ന ആൾക്കാർക്ക് പോലും അത് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ ആ ഒരു മൈൻഡും കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. അല്ല, അതിന് താല്പര്യം വേണം. നമ്മളിപ്പോ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു ബോധം, അതാണ് എൻ്റെ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്.
ആ ബോധത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എളുപ്പം പറ്റും. അങ്ങനെയുള്ള കുറെ നല്ല ഗുരുക്കന്മാരെ കിട്ടിയത് കൊണ്ടാണ് നമുക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയത് എന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അവര് തന്നിട്ടുള്ള ചില നോളജ് ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്യാതെ പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ഒരു ദിവസം ചത്തുപോയാൽ അവരോട് ചെയ്യുന്ന ഒരു മഹാ പാപമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കെഞ്ചി കെഞ്ചി ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. മനസ്സിലായി സാർ. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി സാർ, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ ഒരു ജീവിത ശൈലിയിലും നമുക്ക് സൈക്കോളജി എത്ര മാത്രം ഉപകാരപ്പെടുന്നു? അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ല. ഇന്ന് നമ്മളിപ്പോ പറയുന്ന സൈക്കോളജി, BA സൈക്കോളജി, MA സൈക്കോളജി, അടുത്ത കാലത്ത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പോയത്. അതൊക്കെ പരമ കഷ്ടമാണ്. അങ്ങനെ കുറെ വെസ്റ്റേൺ സൈക്കോളജി എഴുതി അവിടെ MA BA പഠിച്ച് സൈക്കോതെറാപ്പി അറിയാം, സൈക്കോളജി അറിയാമെന്നൊക്കെ സ്കൂൾ പോയവരൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരാളോട് സംസാരിക്കരുത്, വല്ല ക്ലർക്കിന്റെ ജോലിയും ചെയ്തിട്ട് മിണ്ടാണ്ടിരുന്നോളെന്ന്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നവരാണ്. കാരണം മിക്കവാറും കുട്ടികളുടെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല, കെമിസ്ട്രി പഠിക്കാൻ പറ്റുന്നില്ല, ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള. ഈ സൈക്കോളജി ടീച്ചർ സൈക്കോളജി എന്തുകൊണ്ടാണ് പഠിച്ചെന്നറിയോ? അവർക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവരാദ്യം അവരോട് എന്താ പറയാ അറിയോ? ശരിക്കും ബുദ്ധിമുട്ടുള്ള വിഷയം കേട്ടോ. എന്നിട്ട് അവസാനം ഒരു റിപ്പോർട്ട് കൊടുക്കും, മാത്സ് ടീച്ചർ മോശമാണ്, കെമിസ്ട്രി ടീച്ചർ മോശമാണ്, തീർന്നു കഥ. അതോടുകൂടി കുട്ടി പഠിക്കോ പഠിക്കാണ്ടിരിക്കോ? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് റൂളൊക്കെ കറക്റ്റ്, പക്ഷെ പ്രാക്ടിക്കലി വരുന്ന സമയത്ത് വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഗ്രൂപ്പാണ് ഇവർ.